യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള തമ്മിൽ എങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഫോണിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഹായ് ഗൈസ്, ഐ ഐശ്വര്യ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള തമ്മിൽ എങ്ങനെ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു പ്രോ ആണ് തമ്മിൽ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല. കാരണം നമ്മൾ യൂട്യൂബ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ബിഗിനർ ആണെങ്കിൽ എങ്ങനെ നമുക്ക് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള തമ്മിൽ ഉണ്ടാക്കാം, ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് തമ്മിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ ആപ്പുകൾ അവൈലബിൾ ആണ്. അതായത് പിക്സാർട്ട്, ക്യാൻവ, ഇൻഷോട്ട്, ഇതിലെല്ലാത്തിനും നമുക്ക് തമ്മിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ലാണ്ട് കുറേ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇനിയും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ 3 ആപ്പാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതിന്റെ പേര് പറഞ്ഞത്. ഈ 3 ആപ്പിലും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ക്യാൻവ ആണ്. കാരണം ക്യാൻവയിലാണ് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട്, അതുപോലെ തന്നെ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഓരോ വീഡിയോ അനുസരിച്ചിട്ട്, ഓരോ തമ്മിൽ അനുസരിച്ചിട്ടും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഓരോ ആപ്പുകൾ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ കൂടുതലും ഞാൻ ക്യാൻവ ഉപയോഗിച്ചിട്ട് തന്നെയാണ് തമ്മിലൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബർ ആണെങ്കിൽ ക്യാൻവ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം. കാരണം അതിൽ നമുക്ക് ഓൾറെഡി കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ യൂട്യൂബ് തമ്മിലിന്റെ ഇമ്പോർട്ടൻസ് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എത്ര നല്ല വീഡിയോ ഉണ്ടാക്കിയാലും നമ്മളുടെ തമ്മിൽ കണ്ടിട്ടാണ് ഒരാൾക്കാർ നമ്മുടെ വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മുടെ തമ്മിൽ ഭയങ്കര ബോറായിട്ടുള്ള ഒരു തമ്മിലാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും തോന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോന്റെ അത്രയും ഇമ്പോർട്ടന്റ് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നതിലുണ്ട്. അപ്പോൾ നമ്മുടെ തമ്മിൽ എത്രയും നല്ലതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. കാരണം നമ്മുടെ തമ്മിൽ കണ്ടിട്ടാണ് നമ്മളുടെ ആൾക്കാർ, നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ തമ്മിൽ എപ്പോഴും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ യൂട്യൂബിൽ ബിഗിനർ ആണെങ്കിൽ നമ്മൾ ഈ തമ്മിൽ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, ഈ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കില്ല. കാരണം ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്തായാലും തമ്മിൽ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നൊന്നും എനിക്കറിയുന്നില്ല. ഞാൻ സാധാരണ ഗാലറിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഓരോന്നും നമ്മൾ ചെയ്തിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബർ ആണെങ്കിൽ തമ്മിൽ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതുവഴി നമ്മുടെ വ്യൂവേഴ്സ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് എങ്ങനെയാണ് ക്യാൻവ ഉപയോഗിച്ചിട്ട് തമ്മിൽ എഡിറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുപോലെ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ഓൾറെഡി 5-6 വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ തമ്മിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനത് ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ജിമെയിൽ ID ഒക്കെ വെച്ച് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി കാണിക്കും. നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക. ഞാനിപ്പോൾ ഇത് ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുള്ള കുറേ തമ്മിലും അതുപോലെ കുറേ ഡിസൈനുകളൊക്കെ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് വേറെ ഇഷ്ടംപോലെ ബാനറും ലോഗോയും അങ്ങനെ കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ തന്നെ. അപ്പോൾ ഇതിലെങ്ങനെയാണ് യൂട്യൂബ് തമ്മിൽ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ യൂട്യൂബ് തമ്മിൽ എന്ന് പറഞ്ഞ് കാണാം. അല്ലാണ്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സെർച്ചിൽ വന്നിട്ട് യൂട്യൂബ് തമ്മിൽ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ക്യാൻവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന തമ്മിൽസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു പ്രോ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള തമ്മിൽ മാത്രമാണ് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള തമ്മിലുകളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്കിതിൽ ഫ്രീ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കുറേ ടെംപ്ലേറ്റ്സ് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പുതിയൊരു തമ്മിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പോയിട്ട് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തമ്മിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു തമ്മിൽ മാറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ നമുക്ക് മാറ്റാം, റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോട്ടോ മാറ്റിയിട്ട് എൻ്റെ ഒരു ഫോട്ടോ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ഫോട്ടോ ആക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് സൈസൊക്കെ ചെറുതാക്കി വലുതാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിവിടെ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണെന്ന് വെച്ചാൽ അത് ടെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള തമ്മിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഹൗ ടു മേക്ക് എ യൂട്യൂബ് തമ്മിൽ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മുകളിലത്തെ ഈ ഒരു ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ് ഈ ഒരു ടെക്സ്റ്റ്. അപ്പോൾ ഞാനിവിടുത്തെ ഫോട്ടോയും മാറ്റി, അതുപോലെ ഇവിടെ എഴുതിയിട്ടുള്ള ടെക്സ്റ്റും നമുക്ക് എന്ത് ടെക്സ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റാം. അതുപോലെ നമുക്ക് എലമെൻറ്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ എലമെൻറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്ക്രൈബ്, അതുപോലെ യൂട്യൂബ്, ഇതൊക്കെ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു യൂട്യൂബിൻ്റെ ലോഗോ ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ലോഗോ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യൂട്യൂബിൻ്റെ ലോഗോകൾ വരും. അപ്പോൾ യൂട്യൂബിൻ്റെ കുറേ ലോഗോസ് ഇവിടെ വരും. അപ്പോൾ പ്രോ എന്ന് കാണിക്കുന്നതൊക്കെ പെയ്ഡ് ആയിട്ടുള്ളതാണ്. പെയ്ഡ് അല്ലാത്ത ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമുക്ക് ഇവിടെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അത് കുറച്ച് ചെറുതാക്കി ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ യൂട്യൂബ് തമ്മിൽ എന്നുള്ളതിൻ്റെ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഈ കളർ എന്നുള്ളടത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളർ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ ഈ ഒരു ഫോട്ടോയ്ക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷാഡോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ ഗ്ലോ, അതുപോലെ ഡ്രോപ്പ്, അങ്ങനെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഈ ഔട്ട്ലൈൻ്റെ അവിടെ പോയിട്ട് തന്നെ നമുക്ക് സൈസ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ്, ഒരു 38 ഒക്കെയാണ് വെക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കിങ്ങനെ കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം.
പിന്നെ അതുപോലെ കളർ ചേഞ്ച് ചെയ്യാം. ഞാനപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്ക് മാറ്റി വൈറ്റോ റെഡോ ഏത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ വൈറ്റ് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ബ്ലാക്ക് വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാണുന്ന പോലെ. അപ്പോൾ നമ്മുടെ ഒരു തംബ്നെയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്. നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് കാണാൻ പറ്റും. ഇവിടെ BG റിമൂവർ എന്ന് കാണാം. അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവറാണ്. പക്ഷേ ക്യാൻവയിൽ നമുക്കത് പെയ്ഡായിട്ട് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഐഫോൺ ആയതുകൊണ്ട് നമുക്കതിൽ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങളുടെ ഇപ്പോൾ സാംസങ് അങ്ങനെ ഓൾറെഡി ചില ഫോണുകളിലൊക്കെ ഓൾറെഡി ഉണ്ട്. അതല്ലാത്ത ഫോണാണെങ്കിലും നമുക്ക് ഇൻഷോട്ടൊക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ആണെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ളൂ. അതല്ല നമുക്ക് ട്രാവൽ വ്ളോഗ് അതുപോലെ സ്റ്റഡി വ്ളോഗ് അങ്ങനത്തെ വ്ളോഗുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ തംബ്നെയിലല്ല വേണ്ട. ഇനി ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുള്ള കുറച്ച് തംബ്നെയിൽസ് കാണിച്ചു തരാം. അതായത് ഈ തംബ്നെയിൽ നമ്മുടെ മുമ്പത്തെ +2 റിസൾട്ടിൻ്റെ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ബാക്കിൽ ഈ ഫ്രണ്ടിലത്തെ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാതും സെപ്പറേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതുപോലെ ഞാൻ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു തംബ്നെയിലാണ്. ഇതിൽ കണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് ഫോട്ടോസാണ്. അതായത് ഇത് മൂന്ന് ഫോട്ടോസാണ്, ഇത് 3 അതുപോലെ ഇവിടെ ജസ്റ്റ് ഞാൻ ട്രാവൽ വ്ളോഗ് പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിക്കുക. അതിൻ്റെ ബാക്കിലായിട്ട് ജസ്റ്റ് ഈ ഒരു മഞ്ഞ കളറുള്ളത് ആഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ടെക്സ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കണമെന്നുള്ളൂ. അത്ര മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാൻവ ആപ്പ് ഉപയോഗിച്ച് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അതിൽ ഓൾറെഡി കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം പണിയെടുക്കണ്ട. കാരണം നമുക്ക് ആ ടെംപ്ലേറ്റ്സിൽ ജസ്റ്റ് നമ്മളുടേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി. അതല്ല നിങ്ങൾക്ക് നല്ല ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തംബ്നെയിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിൽ തംബ്നെയിലൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ സ്റ്റൈലിനനുസരിച്ചും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിൽ തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ ക്യാൻവയെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നമുക്ക് ക്യാൻവയെ കുറിച്ച് മാത്രമായിട്ട് ഇതിൽ എന്തൊക്കെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാൻവ ഉപയോഗിച്ച് നമ്മുടെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബർ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും ക്യാൻവ. കാരണം നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ആപ്പ് ആയതുകൊണ്ട് തന്നെ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഇതുവരെ ക്യാൻവ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ എന്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.